1985 സ്റ്റേൺബർഗ് പറയുന്നത് 3 ടൈപ്സ് ഓഫ് ഇന്റലിജൻസിനെ കുറിച്ചാണ്. അദ്ദേഹം ഇന്റലിജൻസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അനലിറ്റിക് ഇന്റലിജൻസ്, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. ഇങ്ങനെ 3ആയിട്ടാണ് ഇന്റലിജൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റിയാണ് അനലിറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ന്യൂ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനോട് ഡീൽ ചെയ്യാനും അതിനോട് അഡാപ്റ്റഡ് ആവാനുമുള്ള ഒരു ഇന്റലിജൻസ് ആണ്. പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ഡീൽ വിത്ത് എൻവയോൺമെന്റ്, നേച്ചറായിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ആണ്. സോ ഇങ്ങനെ അനലിറ്റിക്കൽ, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ഇങ്ങനെ 3ആയിട്ടാണ് സ്റ്റേൺബർഗ് ഇന്റലിജൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ഇന്റലിജൻസിൽ നിന്നും ഏതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്റ്റിലോട്ട് ലീഡ് ചെയ്തതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ്. പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ഡീൽ വിത്ത് എൻവയോൺമെന്റ്. സോ ഈ ഒരു പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആസ്പെക്റ്റിലോട്ട് ലീഡ് ചെയ്തിട്ടുള്ളത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് സാൽവേ ആൻഡ് മേയർ ആണ് 1990. പക്ഷേ അത് കൂടുതൽ സൊസൈറ്റിയിലോട്ട് എത്തിയത് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് അത് പോപ്പുലറൈസ് ആയത് ഡാനിയൽ ഗോൾമാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിലൂടെയാണ്. സോ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹിസ് കൺക്ലൂഷൻ വാസ് ഇമോഷണൽ ഇന്റലിജൻസ് കുഡ് പ്രെഡിക്റ്റ് ജോബ് പെർഫോമൻസ് ആൻഡ് സക്സസ്. Then the concept has become extremely mainstream and received so much attention among mental health, business and education, etc. So basically Daniel Goleman's book അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അവരുടെ ജോബ് പെർഫോമൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല അവരുടെ വർക്ക് സെറ്റിംഗ്സിൽ അവർക്ക് സക്സസ് കിട്ടാനായിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിന്റെ ഈ ഒരു കൺക്ലൂഷൻ അത് വേൾഡ് വൈഡ് ആയിട്ട് കൂടുതൽ പോപ്പുലറൈസ് ആയതോടെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് സാൽവേ ആൻഡ് മേയർ ആണ് 1990.